നിന്നേ, നീ എന്ത് ഭാവശ്യം ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? നിനക്ക് താഴെ 2 അനിയത്തിമാരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. നീ ഇങ്ങനെ ബന്ധം വേർപെട്ട് ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞ് തന്നിഷ്ടം കാണിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ മറ്റുള്ളവരോടും നാട്ടുകാരോടും ബന്ധുക്കാരോടും ഒക്കെ സമാധാനം പറയേണ്ടത് ഞാനാ. നിനക്ക് താഴെ 2 അനിയത്തിമാരുണ്ട്, അവരുടെ കല്യാണം നടക്കണം. അതൊക്കെ നീ ആലോചിച്ചിട്ട് വേണം നീ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ. അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഭാഗം അമ്മ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയുടെ ഫോണിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു, അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല, ഇപ്പോൾ ഒരു കല്യാണം വേണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു? മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന എന്നെ പഠിത്തം നിർത്തി ജോത്സ്യന്മാർ പറഞ്ഞു അത് ഇപ്പം തന്നെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് 10 പൊരുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കെട്ടിച്ചു വിട്ടു. ആ വീട്ടിൽ എനിക്ക് സമാധാനം ഉണ്ടായോ? അമ്മ എൻ്റെ കഴുത്തിലെ പാടുണ്ടോ, കയ്യിലെ പാടുണ്ടോ? എന്തോ ഒരു ഉപദ്രവം. അയാളൊരു സൈക്കോ. എത്ര പ്രാവശ്യം അമ്മയുടെ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അയാൾ ഭയങ്കര ഉപദ്രവിക്കുക, എന്നെ തല്ലി പിടിക്കുക, എന്തൊക്കെ തിളച്ച കാപ്പിയൊക്കെ മുഖത്ത് ഒഴിക്കുക. അയാൾ സൈക്കോ. അമ്മയെ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല അയാള്. പെൺകുട്ടികളായ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണോ? അമ്മ ഏത് കാലത്താണ് ഈ ജീവിക്കുന്നത്? അമ്മയ്ക്ക് ഇപ്പോഴത്തെ അമ്മയുടെ പ്രശ്നം എന്താ പറയുക? സമൂഹത്ത് മറ്റുള്ളവർ എന്ത് പറയും, മോള് വീട്ടിൽ വന്നത് എന്ത് പറയും, അതാണ് ഇപ്പോഴത്തെ അമ്മയുടെ പ്രശ്നം. അല്ലാതെ മറ്റൊന്നുമല്ല അമ്മയുടെ പ്രശ്നം. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അമ്മയൊന്ന് മനസ്സിലാക്കണം. അമ്മ ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയല്ല. ഞാൻ ജോലി ചെയ്ത് എൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു അമ്മ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാവോ? എന്നെ കേൾക്കാൻ കൂടി അറിയാം. ചെയ്ത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിനും കുറ്റം. ഇപ്പോഴേ കെട്ടിച്ചുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞോ? മര്യാദയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഒരു നല്ല ബന്ധം കണ്ടെത്തി തരുന്നത് അയാൾക്ക് മാനസിക സുഖം, അതൊരു പ്രാന്താ. കാപ്പിക്ക് ചൂട് കൂടിപ്പോയെന്ന് പറഞ്ഞ് മുഖത്ത് ഒഴിക്കുക, ഡ്രസ്സ് ഉണങ്ങിയില്ലെങ്കിൽ ആ ഡ്രസ്സ് വീണ്ടും വെള്ളത്തിൽ മുക്കി വീണ്ടും ഞാൻ കഴുകി കൊടുക്കണം. കറിക്ക് ഉപ്പില്ല, മുളകില്ല, എന്തൊക്കെയാ കുറ്റം നമുക്കറിയാവോ? ബെഡ്ഷീറ്റ് കറക്റ്റായിട്ട് വിരിച്ചിടണം. അമ്മ അയാൾ ഒരുമാതിരി സൈക്കോയാ. ചില സമയത്ത് ഉപദ്രവിക്കുന്ന മുടിക്ക് കുത്തിന് പിടിച്ച് തല ഇടിപ്പിക്കുക, കറയെ കൂടെ വലിക്കുക, എന്നെ ഇടിക്കുക, ചവിട്ടുക, പുതപ്പ് ഒന്നും തരാതെ, ഒരു പായി തലങ്ങനെ ഒന്നും തരാതെ തറയിൽ എന്നെ കിടത്തുക. ഇതൊക്കെ അമ്മയ്ക്ക് വല്ലതും അറിയണോ? ഞാനിപ്പോൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് അമ്മയ്ക്ക് പ്രശ്നം. മോളെ അങ്ങനല്ല അമ്മ പറഞ്ഞത്. അമ്മ പറയുന്നത് അത് തന്നെയാ. ഞാൻ നിങ്ങൾക്ക് ഒരു ബാധ്യത ആണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാം. എനിക്ക് വന്നു കയറാൻ ഒരു വീടുണ്ടായിരുന്നു കരുതി ഞാൻ ഇങ്ങോട്ട് വരണം. അമ്മയ്ക്ക് ഞാൻ ഒരു ബാധ്യത ആണെന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നോളാം. എങ്ങോട്ടെങ്കിലും ഞാൻ പോകണം. പക്ഷെ ആ വീട്ടിലോട്ട് ഞാനില്ലമ്മേ. എനിക്ക് വയ്യ, അത്രയ്ക്കധികം ഞാൻ സഹിച്ചു. നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാവും. അമ്മ ഒരു പെണ്ണല്ല, അമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പക്ഷേ